ഹലോ, ഇന്ന് ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. ഞാനിന്ന് ഇവിടെ ചക്ക ഉണ്ടായിരുന്നു കിട്ടിയത്. ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഞങ്ങളിവിടെ പഴഞ്ചക്ക എന്ന് പറയുക, വായിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞു പോകണ മാതിരത്തെ ചക്ക ഉണ്ടല്ലോ, അതാണേ. അപ്പോൾ അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല, എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞാനത് കഴിച്ച് ബാക്കി ഇവിടെ ഇരുന്നിരുന്നു. അപ്പോൾ ഞാനത് വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും ചെയ്യും. അപ്പോൾ കുറച്ച് പത്തിരിപ്പൊടി എടുത്തു, ഒരു ഗ്ലാസ്. അതിലേക്ക് ഈ ചക്ക മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തു. അതിലേക്ക് ശർക്കരപ്പാവ് ഉണ്ടാക്കി വെച്ചിരുന്നു, അതൊന്ന് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം അതിലേക്ക്. അങ്ങനെ അത് കുഴച്ചെടുത്തു. അപ്പോഴേക്കും നമുക്ക് അതിൽ തേങ്ങാക്കൊത്ത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടി ഞാൻ കൊട്ട തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ സാധാ തേങ്ങേനെ എടുത്തിട്ട് മുറിച്ച് പിന്നെ അതൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്താലും രസത്തിലേക്ക്. പിന്നെ വേറെ ഞാൻ എണ്ണയോ ഇതൊന്നും ചേർക്കുന്നില്ല, വെളിച്ചെണ്ണയും ഒന്നും. ഈ ഒരു നെയ്യിൻ്റെ തന്നെയുള്ളൂ. വേഗം വൈകുന്നേരങ്ങളിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി. ഇപ്പോൾ ചക്ക സീസണുകളൊക്കെ ആണല്ലോ, അപ്പം നിറയെ ഉണ്ടാവുമല്ലോ എല്ലായിടത്തും. ഇപ്പോൾ ചക്കയാണല്ലോ, ചക്കയും മാങ്ങയും ഒക്കെ തന്നെയാണല്ലോ. അങ്ങനെ അതിലിട്ടിട്ട് അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു നെയ്യിൽ. എന്നിട്ട് പിന്നെ അത് മാവിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് പിന്നെ വാഴേൻ്റെ ഇല എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് മാവ് ഇട്ടിട്ട് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് നമ്മൾ അട ഉണ്ടാക്കണയൊക്കെ പോലെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ സ്റ്റീമർ വെച്ചിട്ട് അതിൽ നമ്മൾ ആവിയാക്കി എടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാട്ടോ. നല്ല എണ്ണമെഴുക്കും ഇല്ല, ഒന്നുമില്ല, കഴിക്കാനും പറ്റും. കുട്ടികൾക്കും എല്ലാവർക്കും പറ്റുന്ന ഇതാണ്. പിന്നെ പഞ്ചസാരയും അല്ലല്ലോ, ശർക്കരയല്ല, അതുകൊണ്ട് പറ്റും. വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പി ആട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ചും ചക്ക സീസണൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഒരു 10-15 മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് എല്ലാം വെന്ത് വന്നു, നന്നായിട്ട് കിട്ടി. വൈകുന്നേരം ആകുമ്പം മനുവിനാണ് ഭയങ്കര എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന്. അപ്പം ഇന്നിപ്പം ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ ചെറിയമ്മ വന്നിരുന്നു. ചെറിയമ്മയ്ക്ക് കൊടുത്ത് ചെറിയമ്മ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.